തുല്യതാ പഠിതാക്കളെ നമസ്കാരം. നമ്മുടെ 2025 അക്ഷരകൈരളി കൈപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ 8 പതിവ് പോലെ തന്നെ ഓരോ മാർക്കിനുള്ള തന്നിട്ടുള്ള പാരഗ്രാഫെന്നോ അല്ലെങ്കിൽ പോയത്തെ ലൈൻസെന്നോ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതൊന്ന് ഉത്തരമെടുത്ത് കണ്ടുപിടിച്ച് എഴുതിയാൽ മതിയാവും. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ഇതാണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓരോ മാർക്ക് വീതം 4 ചോദ്യം. I gave urgent orders for speed. We must get down at any cost before the next onslaught of the monsoon. For those of us with frostbitten feet, every hour counted. അപ്പോൾ frostbitten feet എന്നൊക്കെ പറയുമ്പോൾ മൺസൂണൊക്കെ ഒരേ ഒരു പാഠത്തിലേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഐഡൻറ്റിഫൈ ദ ലെസൺ. ദ അവലാൻസ് ഓർമ്മയില്ലേ? അവലാൻസ്. നെക്സ്റ്റ്, ഹു ഈസ് റെഫേർഡ് ഹിയർ ആസ് ഐ. ഓതർ തന്നെയാണ്. ഓതറിൻ്റെ പേരെന്താ? മോറിസ് ഹെർസോഗ്. ഫോർ ഹും എവരി അവർ ഡിഡ് കൗണ്ട്. അപ്പോൾ ഓരോ സമയവും വിലപ്പെട്ടത്, ഓരോ നിമിഷവും വിലപ്പെട്ടത് ആർക്കാണ്? നേരിട്ട് അവിടെ ഉത്തരണ്ട്. ആർക്കാണ്? ആ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. 4, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഓൺസ്ലോട്ട്. ഓൺസ്ലോട്ട് എന്നുള്ളതിൻ്റെ മീനിങ് അറ്റാക്ക് എന്നാണ്. അപ്പോൾ ഇതാ ഉത്തരങ്ങളൊന്നുകൂടി. Next questions 5 to 8. Read the following lines. Answer the questions below. അതും 1 into 4, 4. Success is counted sweetest by those who never succeed. ആഹാ, സിമ്പിൾ അല്ലേ? അപ്പോൾ 5ാമത്തെ ചോദ്യം, ടു whom is success counted sweetest. ആദ്യത്തെ 2 വരിയിലുണ്ട് അതിൻ്റെ ഉത്തരം. വാട്ട് ഈസ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് ദ നെക്ടർ. നെക്ടറിനെ ആസ്വദിക്കണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? വാട്ട് ഈസ് റിക്വയർഡ് എന്നാണ്. എന്താണ് ആവശ്യമായിട്ടുള്ളത്? എന്താണ്? ടു കോംപ്രിഹെൻഡ് റിക്വയർസ് സോറസ്റ്റ് നീഡ് എന്ന് കാണാം. സോറസ്റ്റ് നീഡ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് കോംപ്രിഹെൻഡിൻ്റെ മീനിങ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ പോയറ്റ്. ആരാണിത് എഴുതിയത്? പോയറ്റിൻ്റെ പേര് ഓരോ പദ്യത്തിൻ്റെയും ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇത് എമിലി ഡിക്കിൻസൺ ആണ് എഴുതിയത്. ഓക്കെ, ഹിയർ കംസ് ദ ആൻസേഴ്സ്. Questions 9 to 12. Answer any 3 questions in 2 or 3 sentences. 2 മാർക്കിനുള്ളതാണ്. 2 സെൻറ്റൻസിലോ അല്ലെങ്കിൽ 3 സെൻറ്റൻസിലോ ഉത്തരം എഴുതിയാൽ മതി. 9ാമത്തേത് ഗ്രാമറാണ്. ഷീ ഈസ് എ ടീച്ചർ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ ഈസ് എന്നുള്ളതിന് നമ്മൾ അങ്ങോട്ട് കൂടെ തിരിച്ചെഴുതിയാൽ ഈസ് ഷീ എന്നാവും. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഓക്സിലറി ആയിട്ടുള്ള ഈസിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? നോട്ടും കൂടി ചേർക്കുക. അതായത് സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടാഗിനെ നെഗറ്റീവ് ആക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഈസിൻ ഷീത് കിട്ടും. നെക്സ്റ്റ്, ഐ ആം എ ഡോക്ടർ. ഐ എം എന്ന സെൻറ്റൻസ് വരുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആറിൻ്റെ ആവണം. നെക്സ്റ്റ്, ഹു വാസ് ജഡായു. വാട്ട് വാസ് ഹിസ് ഡ്രീം. ലാൽ മോഹൻ ഗാംഗുലി എലിയാസ് ജഡായു. ലാൽ മോഹൻ ഗാംഗുലി എന്നാണ് യഥാർത്ഥ പേര്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ജഡായു എന്നാണ് വിളിച്ചിരുന്നത്. അറിയപ്പെടുന്ന അദ്ദേഹം ജഡായു എന്നാണ്. ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ ബൈ സത്യജിത് റേ. സത്യജിത് റേയുടെ സിനിമകളിൽ ഉള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു കഥാപാത്രമാണ് ഈ ജഡായു എന്നുള്ളത്. ഹീ ഈസ് എ റൈറ്റർ ഓഫ് ക്രൈം ത്രില്ലേഴ്സ് ആൻഡ് എ ഫ്രണ്ട് ഓഫ് ഡിറ്റക്റ്റീവ് ഫെലൂദ. ഹീ ഓഫൺ ഡ്രീംഡ് ഓഫ് റൈഡിങ് എ ക്യാമൽ ഇൻ ദ ഡിസേർട്ട്. ഇപ്പോൾ 2 ചോദ്യമായിരുന്നു. വാട്ട് വാസ് ഹിസ് ഡ്രീം എന്ന് ചോദിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ഒട്ടകത്തിൻ്റെ മുകളിൽ റൈഡ് ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. 11ാമത്തെ, പ്രിപ്പയർ എ പോസ്റ്റർ ടു പ്രിവെൻറ്റ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഡ്രഗ് അബ്യൂസിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റർ പട്ടണവാരി ചിത്രമൊക്കെ വരച്ചിട്ട് ഒരു പോസ്റ്ററും ഡ്രഗിനെതിരെ ഒരു 2 സ്ലോഗൻസ് എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ പോസ്റ്ററായി. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 1 വേൾഡ് 1 ഗോൾ, എ ഡ്രഗ് ഫ്രീ ഫ്യൂച്ചർ ഫോർ ഓൾ. ഒരു ചിത്രമൊക്കെ കാണാം. പിന്നെ വലതുഭാഗത്ത് ഡെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പാൻഷനും കൂടി വെറുതെ ഇമാജിനറി ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഡ്രഗ്സ് എൻഡ്സ് ഓൾ ഡ്രീംസ്. അതാണ് ഡെഡ് എന്ന് പറയുന്നത്. സേ നോ ടു ഡ്രഗ്സ്. ഡ്രഗ്സ് ആർ നോട്ട് കൂൾ, ദേ മേഡ് യു ഫൂൾ. ഓക്കെ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതാനാണ്. നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉണ്ട്. സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള, അതായത് സബ്ജക്റ്റ് ആദ്യം വരുന്ന സെൻറ്റൻസാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നോക്കൂ. മദർ ഈസ് പ്രിപ്പയറിങ് ഫുഡ്. അപ്പോൾ അത് ആക്റ്റീവ് വോയിസിലാണ്. മദർ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാധനത്തിനെ പാസീവ് ആക്കണം. അതായത് ഫുഡ് വെച്ചിട്ട് തുടങ്ങണം. വെർബ് നമുക്ക് കണ്ടാൽ അറിയാം പ്രിപ്പയറിങ് എന്നുള്ളതാണ് അല്ലേ? ഒരു പ്രവൃത്തിയാണല്ലോ വെർബ് അറിയാം. അപ്പോൾ പ്രിപ്പയർ എന്നുള്ളതാണ് വെർബ്. വെർബിനോട് ഹൂം അല്ലെങ്കിൽ വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് പ്രിപ്പയർ എന്നുള്ളതിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഫുഡ് എന്ന് ഉത്തരം കിട്ടും. എന്താണ് പ്രിപ്പയർ ചെയ്യണത്? ഫുഡാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങേണ്ടത്.
അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈസ് ING ഫോമിലാണ് ആക്റ്റീവ് വോയിസ് ഉള്ളത്. അങ്ങനെ ഈസ് ING ഫോമിലാണ് ആക്റ്റീവ് വോയിസ് ഉള്ളതെങ്കിൽ അത് പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഒബ്ജക്റ്റീവ് ഫുഡ്, അതിൻ്റെ കൂടുതൽ ഈസ് മാറ്റമൊന്നുമില്ല. പിന്നെ ING ഫോം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ബീയിങ് ചേർക്കുക. അപ്പോൾ മദർ വാസ് പ്രിപ്പയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ ദ ഫുഡ് വാസ് ബീയിങ് പ്രിപ്പയർഡ് ആവും. മദർ ഈസ് പ്രിപ്പയറിംഗ് ആയതുകൊണ്ട് ഫുഡ് ഈസ് ബീയിങ് പ്രിപ്പയർഡ്. അപ്പോൾ ഈസ്, ബീയിങ്, പിന്നെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വേണ്ടത്. പ്രിപ്പയർ എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും പ്രിപ്പയർഡ് തന്നെയാണ്, അതുകൊണ്ട് പ്രിപ്പയർഡ് എഴുതി. ഫുഡ് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ മദർ. ഓക്കെ, നെക്സ്റ്റ് ബി നോക്കൂ. റാം പെയിൻറ്റഡ് ദ വാൾ. ഒബ്ജക്റ്റ് കണ്ടറിയില്ലേ? എന്താണ് പെയിൻറ്റ് ചെയ്തത്? ദ വാൾ എന്നുള്ളതാണ്. ഇപ്പോൾ ദ വാൾ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങി ദ വാൾ. ഈ സെൻറ്റൻസിൽ പെയിൻറ്റഡ് എന്ന് കാണാം. പെയിൻറ്റ്സ് എന്നല്ല, പെയിൻറ്റഡ് എന്നാണ്, പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിന് ശേഷം ഒരു പാസ്റ്റ് ഓക്സിലറി വാസ് ആണ് ചേർക്കേണ്ടത്. ദ വാൾ വാസ്. പിന്നെ പാസീവ് വോയിസിൽ എപ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ ഫോൺ ഉപയോഗിക്കേണ്ടത്. ഏത് പാസീവ് വോയിസിലും വെർബിൻ്റെ മൂന്നാമത്തെ ഫോൺ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ദ വാൾ വാസ് പെയിൻറ്റഡ് തന്നെയാണ്. ദ വാൾ വാസ് പെയിൻറ്റഡ് ബൈ റാം. ഇനിയിപ്പോൾ റാം പെയിൻറ്റ്സ് എന്നാണെങ്കിലോ എങ്ങനെ വരിക? ദ വാൾ പെയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റൻസ് ആണ്. അപ്പോൾ വാസിന് പകരം ചെയ്യേണ്ടത് ഈസ് ആണ് ചേർക്കേണ്ടത്. ദ വാൾ ഈസ് പെയിൻറ്റഡ് ബൈ റാം എന്ന് പറയേണ്ടി വരും. ഇനി റാം ഈസ് പെയിൻറ്റിംഗ് ആണെങ്കിലോ ദ വാൾ ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ റാം. Questions 13 to 19, answer 5 questions. Each question carries 4 scores. 4 മാർക്കിനുള്ള 5 ചോദ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു കോളം ഇഡിയം എന്ന് കാണാം, അതിൻ്റെ മീനിങ്. അപ്പോൾ അപ്പുറത്തുള്ള ഇഡിയംസ്, ശൈലികൾ, ആ ശൈലികൾക്ക് പറ്റുന്ന മീനിങ് എന്താണെന്ന് വലതുഭാഗത്തു നിന്ന് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ കലഹം എന്നാണ് അർത്ഥം. അപ്പോൾ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കലഹത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ കോൾ ടു മൈൻഡ്, മനസ്സിലേക്ക് വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറിയണ കാര്യങ്ങളാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എൻഡ് ഇൻ സ്മോക്ക്, പുകയിൽ അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഗെറ്റ് റിഡ് ഓഫ്. അപ്പോൾ ഇതൊക്കെ ഇഡിയംസ് ആണ്. ഈ ഇഡിയംസിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഇതാ അതിൻ്റെ മീനിങ് അവിടെ ഉണ്ട്, നോക്കി മനസ്സിലാകും. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹത്തിനുള്ള കാരണം, എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ്. കോൾ ടു മൈൻഡ്, റിമെമ്പർ. എൻഡ് ഇൻ സ്മോക്ക്, ഫെയിൽ. ഗെറ്റ് റിഡ് ഓഫ്, ടു ഫ്രീ ഫ്രം, മോചിതനാകുക. അല്ലേ? അടുത്തത് റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. Mrs. Fitzgerald is a vital character in the play Mother's Day by J.B. Priestley. J.B. Priestleyയുടെ മദേഴ്സ് ഡേയിലെ ഒരു വൈറ്റലായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഷീ ഈസ് ദ നെയ്ബർ ഓഫ് പേഴ്സൺ. മിസ്സസ് പേഴ്സൻ്റെ നെയ്ബർ, അയൽവാസിയാണ് അവൾ. ഷീ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫോർച്യൂൺ ടെല്ലർ, ഒരു ഭാവിയൊക്കെ പറയുന്ന ആളാണ്. ഷീ ഈസ് എ സ്മാർട്ട് വുമൺ ഹൂ നോസ് സം മാജിക് ലൈക്ക് സ്വിച്ചിങ് പേഴ്സണാലിറ്റീസ്. പുള്ളിക്കാരിക്ക് ചില മാജിക്കൊക്കെ അറിയാം. ആളുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് സാധിക്കും. ഷീ ഹാസ് എ ഡീപ്പ് വോയിസ്. അവരുടെ ശബ്ദം എങ്ങനെയാണ്? വളരെ ബേസ് ഉള്ളതാണ്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് എ സ്ട്രോങ്, ഡൊമിനേറ്റിംഗ് ആൻഡ് ബോൾഡ് ലേഡി. ഷീ ഫീൽസ് സ്ട്രോങ്ലി ദാറ്റ് ദ വുമൺ ഷുഡ് ബി ദ മിസ്ട്രസ് ഓഫ് ഹെർ ഓൺ ഹൗസ്. സ്ത്രീ ആയിരിക്കണം ഒരു വീട്ടിലെ യജമാന എന്നവൾ വിശ്വസിച്ചു. ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ഓൾസോ. ബുദ്ധിയുണ്ട്. She helped Mrs. Pearson to set her spoiled husband and children right. ആകെപ്പാടെ തലതിരിഞ്ഞ തൻ്റെ ഹസ്ബൻഡിനെയും അതുപോലെ കുട്ടികളെയും നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മിസ്സിസ് പിയേഴ്സനെ അവർ സഹായിക്കുകയും ചെയ്തു. 15th, explain the lines that follow from the poem The Seven Ages of Man. പക്ഷേ അക്ഷരകൈരളിയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകുന്നതിൽ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നാണ് അബദ്ധത്തിൽ എഴുതിയിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് പദ്യം വായിച്ചാൽ മനസ്സിലാവുമല്ലോ ഏത് പോയമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ദ സിക്സ്ത് ഏജ് എന്നൊക്കെ കാണുന്നത്. അപ്പോൾ 7 Ages of Man എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ, ഈ ഒരു സ്റ്റാൻസയെ നമ്മൾ എന്ത് ചെയ്യണം? 6th ഏജിനെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത്രേ വേണ്ടൂ. അപ്പോൾ ആ പാഠത്തിൻ്റെ നോട്ടൊക്കെ തന്ന സമയത്ത്, പാഠം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത് അവർക്ക് കൂടി ഉത്തരം. ഇൻ ദ 6th stage of life, man becomes quite weak, lean and thin old man. He is like a pantaloon with the spectacles on his nose and pouch on side. A soft fold of loose skin hangs down below his eyes, or he carries his earnings with him in his bag. He wears slippers.
He looks a funny old man in his loose clothes that had been fit when he was young. His manly voice loses its power and regains its childish treble with whistles and pipes in between. 16ാമത്തെ ചോദ്യവും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടു ഡിസ്റ്റിങ് ഇമേജസ് ഓഫ് ലൈഫ് ദാറ്റ് ആലീസ് വാക്കർ ഗീവ്സ് ഇൻ ദ പോയം റിമെമ്പർ മീ? റിമെമ്പർ മീയിൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജസിനെ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ഇമേജസ്? പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വായിച്ചു വിടാം. ഇൻ ദ ഓപ്പണിംഗ് സ്റ്റാൻഡേഴ്സ് വി സീ ദ പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, സ്ട്രഗിൾസ് എന്നാണ്, ഓഫ് ആൻ ഒപ്രസ്ഡ് ഡാർക്ക് ഗേൾ ഹു ഈസ് കണ്ടംഡ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് ആസ് റോട്ടിംഗ് ഹൗസ് വൈഫ്സ്. Then Walker brings a shift in attitude. As a proud dark woman, she no longer wants to live like a slave. Everything is set for a sea change. She, as a blessed one with dark skin, can offer hope and justice to the human race. Now she is repaired, healed, and capable of listening to the problem of her kind. അപ്പോൾ ഇത്രയുമാണ്. ആദ്യം ഒരു അടിമയെപ്പോലെ ജീവിച്ചു. പിന്നീട് ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. ആ ഡാർക്ക് ഗേൾ അവരുടെ ആ ഡാർക്ക് സ്കിന്നിൽ അഭിമാനം കൊള്ളുന്നു. പിന്നീട് അവരുടെ മുറിവുകളെല്ലാം റിപ്പയർ ചെയ്യപ്പെടുന്നു, ഹീൽ ചെയ്യപ്പെടുന്നു. കമൻറ്റ് ഓൺ ദ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ദ സ്റ്റോറി ട്രൂ ഹൈറ്റ്. അപ്പോൾ ട്രൂ ഹൈറ്റ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ, പാഠത്തിൻ്റെ ടൈറ്റിൽ സ്യൂട്ടബിൾ ആണോ, ആപ്റ്റ് ആണോ? എൻ്റെ ആപ്റ്റ്നെസ്സിനെ കുറിച്ചിട്ട് 4 വാക്ക് പറയാനാണ്. ട്രൂ ഹൈറ്റ് ഈസ് ആൻ ആപ്റ്റ് ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിക്ക് പറ്റിയതാണ് ട്രൂ ഹൈറ്റ് എന്നുള്ളത്. Michael's personality and his determination to succeed or to reach heights is just unbelievable. മൈക്കേൽ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ, ആ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി, അല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനം, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം. എന്തിനുള്ള ഉറച്ച തീരുമാനമാണ്? ടു സക്സീഡ്, ജയിക്കാനുള്ളത്, അല്ലെങ്കിൽ ടു റീച്ച് ഹൈറ്റ്സ്, ഉയരങ്ങളിലെത്താനുള്ള ആ തീരുമാനം ഈസ് ജസ്റ്റ് അൺബിലീവബിൾ, എന്നതാണ്, അവിശ്വസനീയമാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ബ്ലൈൻഡ്നെസ് ഹി ഓവർകെയിം ഓൾ ദ ചലഞ്ചസ്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ചലഞ്ചുണ്ടല്ലോ, ബ്ലൈൻഡ്നെസ്, കണ്ണ് കണ്ടുകൂടാ, പക്ഷേ അദ്ദേഹം എല്ലാ ചലഞ്ചസും, എല്ലാ വെല്ലുവിളികളെയും ഓവർകം ചെയ്യുകയാണ്, തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഹി വാസ് വെരി കെയർഫുൾ ആൻഡ് റെജിമെൻറ്റഡ് ഇൻ വർക്കൗട്ട്സ് ആൻഡ് ട്രെയിനിങ്. അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട്, വളരെ അച്ചടക്കത്തോടു കൂടിയാണ് തൻ്റെ ട്രെയിനിങ്ങും വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി ഹെൽപ്ഡ് ഹിസ് പാരൻസ് അറ്റ് ദെയർ ഫാം. കൃഷിസ്ഥലത്തൊക്കെ, ഫാമിലൊക്കെ എന്ത് ചെയ്യുന്നു? പാരൻസിനെ സഹായിക്കുന്ന ആളായിരുന്നു. He strived for perfection. He strived, കഠിനാധ്വാനം ചെയ്യുക, struggled for perfection, which became his obsession and passion. അപ്പോൾ അയാൾ അതിയായി ആഗ്രഹിച്ചതും അദ്ദേഹത്തിൻ്റെ പാഷൻ, ആ അത്യധികമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പെർഫെക്ഷനാണ്. ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് അയാൾ കഠിനാധ്വാനം ചെയ്തു. ഫ്ലൈയിങ് ആസ് ഹൈ ആസ് എ 2-story ബിൽഡിംഗ് വാസ് മൈക്കേൽ സ്റ്റോൺസ് ഡ്രീം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇരുനില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ചാടുക എന്നുള്ളതായിരുന്നു. അത്രയും ഹൈറ്റിൽ പറന്ന് ചാടുക എന്നുള്ളത്. അറ്റ് ദ ഏജ് ഓഫ് 17 he cleared the pole vault bar that is set at 17 feet 6.5 inches and created national and international junior Olympics record. അപ്പോൾ അദ്ദേഹം ഒരു ഒളിമ്പിക്സ് റെക്കോർഡൊക്കെ പിന്നീട് പോൾ വോൾട്ടിൽ ഉണ്ടാക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് ആണ് അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിക്കാവുന്ന 4 ചോദ്യങ്ങൾ. ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കലി ദർ ആർ ലോങ് ഗ്യാപ്സ് ബിറ്റ്വീൻ ഓൾ യുവർ ഫിലിംസ്. സാധാരണയായിട്ട് നിങ്ങളുടെ 2 സിനിമകൾക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടല്ലോ. വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ 2 അടൂർ ഫിലിംസ്? അപ്പോൾ താങ്കളുടെ 2 സിനിമകൾക്കിടയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ബി, ഡു യു വാച്ച് ദ ന്യൂ ഫിലിംസ്? പുതിയ സിനിമ കാണാറുണ്ടോ? സി, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ന്യൂ ജനറേഷൻ മൂവീസ്? ഡി, ഹൗ വുഡ് യു റെസ്പോണ്ട് ടു കോളിംഗ് യുവർ വർക്ക്സ് അവാർഡ് ഫിലിംസ്? നിങ്ങളുടെ വർക്ക്സിനെ അവാർഡ് ഫിലിംസ് എന്ന് വിളിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ഇതും പലപ്പോഴായി കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ, ഡു യു അഗ്രി? ജസ്റ്റിഫൈ ആൻസർ. ഇപ്പോൾ ഡെത്ത് എന്ന് പറയുന്ന ഒരു ലെവലറാണ്, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഡെത്ത് എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്നുണ്ടോ? അല്ലേ? യെസ്, ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് ഡെത്ത് ലെവൽസ് എവരി വൺ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ ആക്കുന്നത് തീർച്ചയായിട്ടും മരണമാണ്. ഡെത്ത് ക്യാൻ ഈക്വലൈസ് എവരി വൺ. ഹി ട്രീറ്റ്സ് എവരി വൺ ദ സെയിം. എല്ലാവരെയും ഒരുപോലെ കാണുന്നു. നോ വൺ ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. മരണത്തിൽ നിന്ന് ആർക്കും രക്ഷയില്ല. ഡെത്ത് ഡസ് നോട്ട് കൺസിഡർ വൺസ് വെൽത്ത്, അച്ചീവ്മെൻറ്റ്, പൊസിഷൻസ് ആൻഡ് സ്റ്റാറ്റസ്. സമ്പത്തോ നേട്ടങ്ങളോ അവൻ്റെ സൊസൈറ്റിയിലെ പൊസിഷനോ സ്റ്റാറ്റസോ ഒന്നും ഡെത്ത് കൺസിഡർ ചെയ്യില്ല. ദാറ്റ്സ് വൈ ഡെത്ത് ഈസ് കോൾഡ് ആസ് എ ലെവലർ.
ഡെത്ത് ഈസ് എ റിയാലിറ്റി ദാറ്റ് എവരിബഡി ഫേസസ് ഇൻ ദെയർ ലൈവ്സ് വൺസ്. ഒരിക്കൽ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? മരണം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ ഇത്രയും ആണ് നമ്മളിപ്പോൾ തൽക്കാലം പറയുന്നത്. ഇനി അടുത്ത കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട്, 6 മാർക്കിനുള്ള 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അത് നമുക്ക് ഉടനെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുവരെ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. അണ്ടിൽ ദെൻ ഗുഡ് ബൈ.